എഴുതാത്തവര് ഇത് നോക്കിക്കോളൂ. നമ്മൾ എക്സ്ക്രീഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, നമ്മുടെ ബോഡിയിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ, അതായത് അബ്സോർബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന സബ്സ്റ്റൻസിനെ കൃത്യമായിട്ട് പുറന്തള്ളിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അങ്ങനെ ആ എക്സ്ക്രീഷൻ നടത്തുന്ന മെയിൻ ഒരു ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയാണ്. അപ്പൊ കിഡ്നിയെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ? എന്തായിരുന്നു കിഡ്നിയെ പറ്റി പറഞ്ഞേ? കിഡ്നി നെഫ്രോൺസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ആ നെഫ്രോൺസിനകത്ത് റീനൽ ട്യൂബ്യൂളും മാൽപീജിയൻ ബോഡി എന്നും പറഞ്ഞ രണ്ട് പാർട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ, അതിനെ വീണ്ടും നമ്മൾ സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ? അതിനകത്തും കുറെ റീജിയൻസ് ഉണ്ടെന്നൊക്കെ പഠിച്ചു, ഓർക്കുന്നുണ്ടോ? അപ്പൊ അത് ഓരോന്നും അതിന്റെ ഓരോന്നും ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അത് വീണ്ടും ഒരു കാര്യം പറയാം. ഒരു ദിവസം ഇത് പഠിച്ചിട്ട് അടുത്ത ദിവസം നിങ്ങൾ ആ ചിലപ്പോൾ പരീക്ഷയ്ക്ക് എഴുതും, മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഇത് മറന്നു. അതുകൊണ്ട് ഇതിനെ ഫ്രീക്വന്റ് ഇന്റർവെൽ ഇടവിട്ട് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഓർക്കാൻ പോകുന്നില്ല. പ്രത്യേകം ഓർത്തോണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആ കിഡ്നിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നലെ പഠിപ്പിച്ചത്. ആ നെഫ്രോൺസിന്റെയും അതേപോലെ മാൽപീജിയൻ ബോഡി, അതേപോലെ തന്നെ ബോമൻസ് ക്യാപ്സൂള്, അതേപോലെ തന്നെ ഗ്ലോമർലെസ്, റീനൽ ട്യൂബ്യൂള്, അതിന് മറ്റേ ഓർക്കുന്നുണ്ട് അതിന്റെ 3 പാർട്ട്, കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, അതേപോലെ തന്നെ ലൂപ്പ് ഓഫ് എല്ല്, അതേപോലെ തന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്. എക്സ്ക്രീഷൻ ഇൻ ആനിമൽസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതേപോലെ എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ് കൂടെ പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ? അതിൽ ഹീമോഡയാലിസിസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഹീമോഡയാലിസിസ് എന്ന് പറയുമ്പോൾ കിഡ്നി ആരുടെയും ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വെളിയിൽ ഒരു മെഷീൻ കിഡ്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മെഷീൻ കിഡ്നിക്കകത്തൂടെ നമ്മളെ ബ്ലഡിനെ അല്ല, നമുക്കറിയാം നമ്മുടെ ബ്ലഡിലുള്ള സോൾട്ടിനെയും എക്സസ് വാട്ടർ കണ്ടന്റിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? അത് എക്സസ് ആയിട്ടുള്ളതിനെ എപ്പോഴും എലിമിനേറ്റ് ചെയ്തിട്ട് എപ്പോഴും മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മെറ്റബോളിക് വേസ്റ്റ് ഉണ്ടാവും, ആ വേസ്റ്റിനെയും എപ്പോഴും റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ആ പരിപാടി ചെയ്യുന്ന കിഡ്നിയാണ്. കിഡ്നി നമ്മുടെ യൂറിനിലൂടെ എന്ത് ചെയ്യും, ഈ മെറ്റബോളിക് വേസ്റ്റുകൾ എപ്പോഴും കളഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അത് നടക്കുന്നില്ല. കിഡ്നി ഫെയിലിയർ ആയെങ്കിൽ അത് നടക്കത്തില്ല. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യുകയുള്ളൂ വഴി. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കിഡ്നി വെളിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഒരു മെഷീൻ കിഡ്നി വെളിയിൽ വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ബ്ലഡ് ഫുൾ എന്ത് ചെയ്യും, ആ കിഡ്നിക്കകത്ത് വെളിയിലുള്ള എക്സ്റ്റേണൽ മെഷീനകത്തൂടെ കടത്തി വിട്ടിട്ട് നമ്മുടെ ബ്ലഡിലുള്ള എന്താണ് ഈ പറഞ്ഞ വാട്ടറിനെയും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റിനെയും മറ്റ് മെറ്റബോളിക് വേസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യുകയും എക്സ്ട്രാ ഉള്ളത് കളയുകയും ഒക്കെ ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കിഡ്നി ഫെയിലിയർ ലീഡ്സ് ടു കോംപ്ലിക്കേഷൻ. കിഡ്നി ഫെയിലിയർ എഴുതിക്കോ, ഇപ്പൊ ജോയിൻ ചെയ്ത് എഴുതിക്കോ. ഹീമോഡയാലിസിസ് ആയിരുന്നു, ഓൾറെഡി ഞാൻ ഇന്നലെ അയച്ചായിരുന്നു. എഴുതാത്തവര് ശ്രദ്ധിച്ചിരിക്കുക, ബാക്കിയുള്ളവർ എഴുതുക. കിഡ്നി ഫെയിലിയർ ലീഡ്സ് ടു കോംപ്ലിക്കേഷൻ ആൻഡ് ടു അഡ്രസ് ദിസ് the technology of dialysis has been developed. അത് ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെഷീൻ ആണ്. ഡയാലിസിസ് എംപ്ലോയീസ് a machine filter known as a dialyzer എന്നാണ് ഡയാലൈസർ എന്ന് പറയുന്നത്. അതായത് ഡയാലിസിസ് നടത്തുന്ന മെഷീനെ ഡയാലൈസർ എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. Dialysis employs a machine filter known as dialyzer or artificial kidney.
ഇതിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നി ചെയ്യുന്ന നമ്മുടെ ശരിക്കുള്ള കിഡ്നി ചെയ്യുന്ന പരിപാടി ഇവൻ ചെയ്യണം, അതാണ്. അപ്പം പർപ്പസ് ഈസ് ടു എലിമിനേറ്റ് excess water and salt, comma, to balance electrolyte and remove metabolic waste. Metabolic waste product. ഇതാണ് ശരിക്കും അതിന്റെ പർപ്പസ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഈ പർപ്പസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ഡയാലിസിസ് മെഷീന്റെ, ഡയാലൈസറിന്റെ. ഇനിയും ബ്ലഡ് ഈസ് extracted from the body and passes through tubes with semi permeable membrane on the other side of the membrane a dialysate flows, drawing impurities through the membrane. എന്താണെന്നറിയാമോ, നമ്മുടെ ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ നിന്ന് ഫുൾ എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഈ മെഷീനകത്തൂടെ കടത്തിവിടും. ഈ മെഷീനകത്തൂടെ കടത്തിവിടുമ്പോൾ ഇതിനകത്ത് ട്യൂബ് ഉണ്ട്, ആ ട്യൂബിന് സെമി പെർമിയബിൾ മെമ്പറൈൻ ഉണ്ട്. ആ ട്യൂബിന്റെ ചുറ്റിനും സെമി പെർമിയബിൾ മെമ്പറൈൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്യൂബ് ആണെങ്കിൽ, ഈ ട്യൂബ് തന്നെ ഇങ്ങനെ ഒരു ട്യൂബ് ആണെങ്കിൽ ഈ ട്യൂബിന്റെ വെളിയിലായിട്ട് ഒരു ലെയർ ഉണ്ട്. ആ ലെയർ എന്ന് പറയുമ്പോൾ സെമി പെർമിയബിൾ മെമ്പറൈനാണ്. ഇതിന്റെ വെളിയിൽ കൂടെ ഒക്കെ ഡയലൈസൈറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ട്യൂബിനകത്തൂടെ ഒഴുകുന്ന ബ്ലഡിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെല്ലാം ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ വഴി ഈ ഫ്ലോ ചെയ്യുന്ന ഡയലൈസൈറ്റ് എന്ത് ചെയ്യും, അങ്ങ് വലിച്ചെടുക്കും. അപ്പൊ അത് പ്യൂരിഫൈ ആവും. ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അത് പ്യൂരിഫൈ ആയിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ആ മെഷീന്റെ വെളിയിൽ വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കയറും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡയാലിസിസ് നടത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അത് എന്താന്ന് ചോദിച്ചാൽ ആ ലിക്വിഡ് ആണ് അത് വലിച്ചെടുക്കുന്നത്. അതായത് നമ്മുടെ അതായത് ഡയലൈസറിനകത്തുള്ള ഒരു ട്യൂബിന്റെ വെളിയിൽ എന്താണ് കവർ ചെയ്തിട്ട് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ഉണ്ട്. അതിന്റെ വെളിയിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഡയലൈസൈറ്റ്. അത് എന്ത് ചെയ്യും, അത് വലിച്ചെടുക്കും. അതാണ് പിന്നെ ബ്ലഡിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ, അതിൽ കൂടെ കടന്നു പോകുന്ന ബ്ലഡിലെ ഇമ്പ്യൂരിറ്റീസിനെ വലിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ ആണല്ലോ. ഇനിയും നമ്മുടെ പ്ലാന്റ്സിലുള്ള എക്സ്ക്രീഷൻ കൂടെ പഠിക്കാനുള്ളൂ. അപ്പൊ അതും കൂടെ ഹെഡിങ് എഴുതിക്കോളൂ. എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്. Excretion in plants. Excretion in plants നകത്ത് ഒരു ഡോട്ട് ഇട്ട് എഴുതാം. cellular respiration, photosynthesis, metabolic reactions in plants result in production of various excretory product. പ്ലാന്റിലും എക്സ്ക്രീഷൻ ഉണ്ട്. എന്താ ചോദിച്ചാൽ നമുക്കറിയാം, പ്ലാന്റിലും ഈ പറഞ്ഞ പോലെ തന്നെ സെല്ലുലാർ റെസ്പിറേഷൻ ഉണ്ടാവും, ഫോട്ടോസിന്തസിസ് നടക്കും, പല മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കും. ഇതെല്ലാം എന്ത് ചെയ്യാന്നറിയാമോ, അതിന്റെയൊക്കെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി മേജർ പ്ലാന്റ് excretory product includes carbon dioxide, excess water from respiration and nitrogenous compound.
nitrogenous compound compounds from ഞാൻ കോമ്പൗണ്ട് സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതിയല്ല, ഷോർട്ട് ഫോം അങ്ങ് എഴുതിയാണ്. കോമ്പൗണ്ട്സ് ഫ്രം പ്രോട്ടീൻ മെറ്റബോളിസം. അതായത് പ്ലാന്റിന്റെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, എക്സസ് വാട്ടർ ഉണ്ട്, റെസ്പിറേഷനിൽ നിന്നുണ്ടായ എക്സസ് വാട്ടറും, പിന്നെ നൈട്രോജിനിയസ് ആയിട്ടുള്ള കോമ്പൗണ്ടും എന്താണ് അതിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു ഡോട്ട് ഇട്ട് എഴുതേണ്ടത് പ്ലാന്റ് റിലീസ് ടു ഗേഷ്യസ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. രണ്ടെന്നിട്ടിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ, CO2 ഡ്യൂറിങ് റെസ്പിറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിന്റെ സമയത്ത് അത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു, റെസ്പിറേഷന്റെ സമയത്ത് അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ രണ്ട് രീതിയിലാണ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള, വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബാക്കി വന്ന പ്രൊഡക്റ്റ്, അതിന് ഉപയോഗമില്ല, അതാണ് പുറത്തോട്ട് വിടുന്നത്. അതുകൊണ്ടാണ് അതിന് വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാം. മനസ്സിലായോ? അടുത്തത് ഓക്സിജൻ അല്ല, സോറി, ഒരു കാര്യം കൂടി എഴുതാനുണ്ട്. ഓക്കെ, gaseous waste excretion in plants occurs through stomatal pore. നമ്മൾ പഠിച്ചാണ് അല്ലേ? സ്റ്റൊമേറ്റൽ പോർ വഴിയാണ് അതിന്റെ എന്ത് മാറ്റങ്ങൾ നടക്കുന്നത്, അതായത് ഗ്യാസിന്റെ ഒക്കെ എന്താണ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമേറ്റൽ പോർ വഴി. നമ്മൾ പറഞ്ഞാണ് ഗാർഡ് സെല്ലിനെ പറ്റിയൊക്കെയുള്ള നല്ല വ്യക്തമായിട്ടുള്ള വെടിപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് അല്ലേ? സ്റ്റൊമേറ്റൽ പോർ ഓൺ ലീവ്സ്. അടുത്തത് ഓക്സിജൻ റിലീസ്ഡ് during photosynthesis is utilized for respiration, while carbon dioxide from respiration is used for photosynthesis. അതായത് ഓക്സിജനെ റിലീസ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ്. അത് എന്ത് ചെയ്യുന്നറിയോ? റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ആ റെസ്പിറേഷന് വേണ്ടി ആ പ്ലാന്റ് തന്നെ അതിനെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്നുണ്ടായ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഡോട്ട് ഇട്ട് എഴുതേണ്ടത് എക്സസ് വാട്ടർ ഈസ് excreted through transpiration. എക്സസ് വാട്ടർ ട്രാൻസ്പിറേഷൻ വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്. അടുത്തത് പ്ലാന്റ്സ് സ്റ്റോർ ഓർഗാനിക് byproduct of different
form in various parts including gum എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ മറ്റേ അതിന്റെ കറ അതാണ് ഗം, ഓയിൽ, ലാറ്റക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ റബ്ബറിന്റെ ഒക്കെ ആണെങ്കിൽ റബ്ബർ പാലിനെയാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്, ആൻഡ് റെസിൻസ്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ അത് വെട്ടുന്ന സമയത്ത് അതിന്റെ പുറത്തോട്ട് വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഓരോ പാർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്താണ് ലിക്വിഡ് കണ്ടന്റിനെയാണ് നമ്മൾ പറയുന്നത്. ആ ലിക്വിഡ് കണ്ടന്റിനകത്താണ് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് അതിന്റെ ഓർഗാനിക് മാറ്ററുകൾ അല്ലെങ്കിൽ ഓർഗാനിക് പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അതിനകത്താണ്. ഓക്കെ ആണല്ലോ. ഈ കറയെ അല്ലെങ്കിൽ പശയെ നമുക്കറിയാലോ, ചില ഇത് നമ്മൾ എന്താണ് ഒരു ലെയർ മാറ്റുമ്പോൾ തന്നെ അതിലൊരു വെള്ളമയം കാണും, ഒരു ഓയിൽ കണ്ടന്റ് കാണും. അത് ഓയിലാണ്, ചിലപ്പോൾ ലാറ്റക്സ് ആയിരിക്കും, ചിലപ്പോൾ റെസിൻ ആയിരിക്കും, ചിലപ്പോൾ ഗം ആയിരിക്കും, പശ അല്ലെങ്കിൽ കറ ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ അതിനെയാണ് ഓർഗാനിക് മാറ്റർ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇനി അതേപോലെ തന്നെ these waste products are stored in plant parts like bark, stem, leaves, etc. and eventually shed off. ശരിയല്ലേ? അതായത് ഈ വേസ്റ്റ് പ്രോഡക്റ്റ്, അതായത് ഇതിൽ നിന്നുണ്ടാകുന്ന ഈ ലാറ്റക്സ്, ശരിക്കും ലാറ്റക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഓയില്, അതേപോലെ തന്നെ റെസിൻ, ഗമ്മൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ കുന്തിരിക്കത്തിന്റെ മരമുണ്ട്, അതിൽ നിന്ന് വരുന്ന കറയാണ് ശരിക്കും പറഞ്ഞാൽ കുന്തിരിക്കം, ഭയങ്കര വിലയാണ്, മനസ്സിലായോ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്, അതാണ് അത് പുറത്തോട്ട് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിറ്റ് കാശാക്കുന്നു, മനസ്സിലായോ? അതേപോലെ തന്നെ ഓരോന്നും ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇവഞ്ച്വലി ബാർക്കിൽ നിന്നും, സ്റ്റെമ്മിൽ നിന്നും, ലീവിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇവഞ്ച്വലി പുറത്തേക്ക് വരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് റിമൂവ് ചെയ്തിട്ട് അത് കൊമേഴ്ഷ്യലി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ നമ്മുടെ ഈ ഇതില്ലേ, നമ്മുടെ അത്തറും ഊത് എന്നൊക്കെ പറയുന്ന, അത് ശരിക്കും ഒരു മരവാ ഊത് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തുനിന്ന് ആ മരത്തിന്റെ ബാർക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഊത് ഉണ്ടാക്കി എടുക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ബാർക്ക് എന്ന് പറയുമ്പോൾ ബാർക്കിൽ നിന്നുണ്ടാകുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ്. ശരിക്കും മരത്തെ സംബന്ധിച്ച് അതൊരു വേസ്റ്റ് മെറ്റീരിയലാണ്, മനസ്സിലായോ? പക്ഷെ അത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വിലയുള്ള ഊതുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അതിന്റെ തടിക്ക് കേട്ടോ, തടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനിയും അടുത്തത് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാമേ, അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്തോണം. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. എക്സാമ്പിൾ ഓഫ് പ്ലാന്റ്സ് excretory products include orange oil, eucalyptus oil, jasmine oil, latex from rubber പാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. latex from rubber, papaya trees, അതേപോലെ തന്നെ gum from acacia, gum from acacia. ഓക്കെ, അപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഇപ്പൊ പുറന്തള്ളപ്പെടുന്ന ഈ യൂക്കാലിപ്റ്റസ് ഓയിലൊക്കെ മാർക്കറ്റിലൊക്കെ നമുക്ക് ഗുണമുള്ള സാധനമാണ്. മാർക്കറ്റിലൊക്കെ ഓറഞ്ച് ഓയിലിനാണെങ്കിലും യൂക്കാലിപ്റ്റസ് ഓയിലിനും ജാസ്മിൻ ഓയിലിനാണെങ്കിലും ലാറ്റക്സിനാണെങ്കിലും അതേപോലെ തന്നെ ഈ പപ്പായ ട്രീ ഉദ്ദേശിക്കുന്ന ഈ പപ്പായയുടെ കുരുവാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ആണ്, പക്ഷേ അത് നമുക്ക് ഒത്തിരി ഉപയോഗമാണ്. കാരണം അത് ഈ പറഞ്ഞ പല
എന്താണ് നമ്മുടെ കോസ്മെറ്റിക്സിലും ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര ആ സീഡിനൊക്കെ നല്ല വിലയാണ്, മനസ്സിലായോ. പിന്നെ അതേപോലെ തന്നെ അക്കേഷ്യയുടെ ഗം പല ആവശ്യത്തിനും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പ്ലാന്റിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് എല്ലാം പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് ആണെങ്കിൽ നമുക്കെല്ലാം എന്താണ് അത് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അതുമല്ല കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതാണ്, ഹൈ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സാധനമാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് സോയിലിലേക്കും, നമുക്കത് കാണാൻ പറ്റത്തില്ല, സോയിലിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക. അതാണ് നമ്മുടെ ലാസ്റ്റ് സെന്റൻസ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഇപ്പൊ ഈ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിച്ചത്. ലൈഫ് പ്രോസസ്സിനകത്ത് നമ്മൾ എന്താണ് ലൈഫ് പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ പ്രോസസ്സുകൾ, ന്യൂട്രീഷൻ എന്താ, റെസ്പിറേഷൻ എന്താ, എക്സ്ക്രീഷൻ എന്താന്ന് മൊത്തം പഠിച്ചു. ന്യൂട്രീഷൻ പഠിച്ചപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ പഠിച്ചു, ഓട്ടോട്രോപ്പിക്കും ഹെറ്റോട്രോപ്പിക്കും പഠിച്ചു, ഓട്ടോട്രോപ്പിക്കും ഹെറ്റോട്രോപ്പിക്കും പഠിച്ചു. അതേപോലെ തന്നെ ഓട്ടോട്രോപ്പിക് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു. ഓട്ടോട്രോപ്പിക് എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിസ് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റൊമേറ്റ വഴിയാണെന്നും ആ സ്റ്റൊമേറ്റ വഴി ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്താണ് പോലെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു സ്റ്റൊമാറ്റ വഴി. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ പഠിപ്പിച്ചപ്പോൾ അതും ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ സ്പെസിഫിക് ആയിട്ട് സാപ്രോഫൈറ്റിക് എന്താ, പാരസൈറ്റിക് എന്താ, ഹോളോസോയിക് എന്താന്നുള്ള കാര്യം പഠിച്ചു. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസം വരുന്ന സമയത്ത് അമീബ എങ്ങനെയാണ് ന്യൂട്രീഷൻ, അമീബയ്ക്ക് എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ പാരമീസിയത്തിന് എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു. ഹ്യൂമൻ ബീങ്സിലോട്ട് വന്നപ്പം ഫുഡ് കഴിക്കുന്ന എന്താണ് അവിടം തൊട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയറ്റിൽ അത് സ്റ്റൊമക്കിൽ അത് ഡൈജഷൻ നടന്ന് എന്താണ് പുറത്തേക്ക് ഇറങ്ങുന്ന എക്സ്ക്രീറ്ററി സിസ്റ്റം വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഓരോ ഇതായിട്ട് അതിനകത്ത് പഠിക്കേണ്ടതൊക്കെ ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ കാര്യം കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഗ്യാസ്ട്രിക് ജ്യൂസുകളും അതേപോലെ പാങ്ക്രിയാറ്റിക് ജ്യൂസ്, ബൈൽ ജ്യൂസ്, അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണ്, ഇൻറ്റസ്റ്റൈനൽ വില്ലയെ അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ റെസ്പിറേഷനകത്ത് പഠിക്കേണ്ടത് എന്താണ്, എയറോബിക് എനറോബിക്, ഐറോബിക് എനറോബിക്കിന്റെ പ്രോസസ് എന്താണ്, അവിടെ എന്താണ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുക, പൈറൂവിക് ആസിഡിനെ ഈ പറഞ്ഞ പോലെ തന്നെ മസിലിൽ സ്റ്റോർ ആവുന്നതും മസിൽ പെയിൻ ഉണ്ടാകുന്നതൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്ന് പറഞ്ഞു തന്നതാണ്. അത് വ്യക്തമായിട്ട് തന്നെ പഠിക്കണം. അത് പരീക്ഷയ്ക്ക് ആ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇൻഹലേഷൻ, എക്സലേഷൻ, ഹ്യൂമൻ ബീങ്സിലുള്ള സെല്ലുലാർ റെസ്പിറേഷനെ പറ്റി പഠിപ്പിച്ചിരുന്നു. പിന്നെ പ്ലാന്റിലുള്ള റെസ്പിറേഷനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗത്തോട്ട് വന്നപ്പോൾ ഹേർട്ടിനെ മെയിൻ ഓർഗൻ ആക്കിയാണ് പഠിച്ചത്. അവിടെ പൾമിനറി ആർട്ടറി എന്താ, വെയിൻ എന്താ, നോർമൽ വെയിൻ എന്താ, നോർമൽ കാപ്പിലറി എന്താ, അതേപോലെ തന്നെ ആർട്ടറീസ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ബ്ലഡിലേക്ക് വന്ന സമയത്ത് ബ്ലഡ് പ്ലാസ്മ, ബ്ലഡ് സെല്ലുകൾ, പ്ലേറ്റ്ലെറ്റ്സ് എന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ബ്ലഡിൽ ബോഡിയിൽ ഒഴുകുന്ന ബ്ലഡ് അല്ലാതെ വേറൊരു ഫ്ലൂയിഡും കൂടെ ഉണ്ട്, ലിംഫ്, അതിന്റെ ഫംഗ്ഷൻ എന്താ, അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഡബിൾ സർക്കുലേഷൻ ആണ് പഠിച്ചത്, അത് നമ്മൾ പറഞ്ഞു. ശരിക്കും ബ്ലഡ് ഹേർട്ടിനകത്തൂടെ ഓക്സിനേറ്റഡും ഡിഓക്സിനേറ്റഡ് ബ്ലഡും അറ്റ് എ ടൈം കടന്നു പോകുന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് പ്ലാന്റിൽ വരുന്ന സമയത്ത് വാസ്കുലാർ ടിഷ്യൂസ് ആണ് ഈ ട്രാൻസ്പോർട്ടേഷന്റെ പരിപാടി ചെയ്യുന്നത്. വാട്ടർ കടത്തിവിടുന്ന ഒരാളും ഫുഡ് ന്യൂട്രിയൻസും ഒക്കെ കടത്തിവിടുന്നത് വേറൊരാളുമാണ്. അതിന്റെ ഡിഫറൻസും വ്യക്തമായിട്ട് പഠിച്ചോണം, ചോദിക്കും. പിന്നെ എക്സ്ക്രീഷൻ പറയുന്ന സമയത്ത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഹ്യൂമൻ ബീങ്സിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അനിമൽസിൽ. അപ്പം കിഡ്നിക്കകത്തുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നെഫ്രോൺ തൊട്ട് നാൽപ്പിക്കൻ ബോഡി തൊട്ട് ഗ്ലോമർലസ് തൊട്ട് അതേപോലെ തന്നെ ബൗമൻസ് ക്യാപ്സൂൾ തൊട്ട് ഇങ്ങോട്ടേക്ക് റീനൽ ട്യൂബിളിനകത്തുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പടം നിങ്ങൾ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. പടം തന്നിട്ട് മാർക്ക് ചെയ്യാൻ സാധാരണ ചോദിക്കാറുണ്ട്. അത് ഞാൻ ഓൾറെഡി പടം നിങ്ങൾ നോക്കി പഠിക്കാതെ, പടം വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വരയ്ക്കാത്തത്. ഇങ്ങനെ മറ്റേ ഈ ഇങ്ങനെ ഒരു കിഡ്നിയുടെ മറ്റേ എന്താണ് ഒരു പാമ്പിങ്ങനെ ഇഴ ചേർന്ന് കിടക്കുന്ന പോലത്തെ കുറെ സാധനങ്ങൾ കണ്ടല്ലോ അവിടെ, നിങ്ങൾ ടെക്സ്റ്റിനകത്തുണ്ട്. കളക്റ്റീവ് ഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ട്യൂബുലാർ പാർട്ട്, ഗ്ലോമർലസ് എവിടാണ്, ഇതൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഹീമോഡയാലിസിസ് പറഞ്ഞ സമയത്ത് കിഡ്നിയുടെ പരിപാടി ഈ എക്സ്റ്റേണൽ ഒരു മെഷീൻ വെച്ചിട്ട് നടത്തുന്നതിനാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്ത് വെച്ചിട്ടാണ് അതിനകത്ത് നമ്മളിത് ക്ലിയർ ചെയ്തെടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സിനകത്ത് നമ്മൾ ഈ പറഞ്ഞത് ഏതൊക്കെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഉണ്ട് പ്ലാന്റിന്, ആ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഒക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ആരാണ് റിമൂവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയാണ് പ്ലാന്റിന്റെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്നൊക്കെയുള്ള കാര്യം ആലോചിക്കുക. ഇതൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചാപ്റ്റർ നമുക്ക് തീർന്നു. ഇനി നമുക്ക് ബയോളജിയുടെ എത്ര ചാപ്റ്റർ ഉണ്ട് പഠിക്കാനായിട്ട് എടുത്തത്?
അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞേ. അടുത്ത ചാപ്റ്റർ നമ്മൾ എത്ര ചാപ്റ്റർ പഠിച്ചു?